സത്യത്തിൽ സായിയുടെ വിചാരം എന്താണ് എന്നുള്ളതാണ് സംശയം. സായിയുടെ വിചാരം സായി എന്തായാലും ടോപ്പ് 5-ലെത്തും, അതിൻ്റെ ഇടയിൽ ചിലപ്പോൾ സെക്കൻഡോ തേർഡോ ഒക്കെ കിട്ടുമെന്നാണെന്ന് തോന്നുന്നു. സായി ഇപ്പോൾ അവിടെ ജയിപ്പിക്കാൻ നോക്കുന്നത് അഭിഷേകിനെയാണ്. ജിൻഡോയെ താഴേക്ക് ഇറക്കണം എന്നുള്ളതാണ് സായിയുടെ ഗെയിം പ്ലാൻ. സായിയുടെ ഗെയിം പ്ലാൻ അതാണ്. ഗെയിം ഉദ്ദേശിക്കുന്നത് അവിടെ സായി വരുന്ന സമയത്ത് അവിടെ ഏറ്റവും കൂടുതൽ സോഷ്യൽ മീഡിയയിൽ വിജയിച്ച് നിൽക്കുന്ന ഒരാളെന്നുള്ള നിലയ്ക്ക് ജിൻഡോയാണ്. സായി വന്നതിന് ശേഷം ജിൻഡോയെ താഴെ ഇറക്കി അവിടെ അഭിഷേകിന് മുന്നിൽ എത്തിക്കാൻ കഴിഞ്ഞാൽ അവിടെ അതൊരു ക്രെഡിറ്റ് ആയിട്ട് സായിക്ക് പറയാൻ കഴിയുമെന്നുള്ളതാണെന്ന് തോന്നുന്നു സായി അവിടെ കളിക്കുന്ന ഒരു ഗെയിം. സായി അതുമല്ല, ഒന്നല്ലെങ്കിൽ സായിക്ക് അതിന് തൊട്ട് അടുത്ത് നിൽക്കാൻ കഴിയും എന്നുള്ളൊരു കാര്യമോ. എന്തായാലും ഇപ്പോൾ സായി കളിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ഗെയിം എന്ന് പറയുന്നത് ജിൻഡോയെ താഴ്ത്തി കെട്ടുക എന്നുള്ളൊരു ഗെയിമാണ് ഇപ്പോൾ കളിച്ചുകൊണ്ടിരിക്കുന്നത്. അത് ജിൻഡോയ്ക്ക് കപ്പ് എങ്ങനെയെങ്കിലും കിട്ടാതിരിക്കണം എന്നുള്ളത്. ജിൻഡോയെ പരമാവധി നെഗറ്റീവ് ആക്കാനായിട്ട് അവരവിടെ ലൈവിലിരുന്ന് സംസാരിക്കുമ്പോൾ ശ്രമിക്കുന്നുണ്ട്. സായി ആണെങ്കിലും അഭിഷേക് ആണെന്നുണ്ടെങ്കിലും കൂടെ ഇടയ്ക്ക് സിജോയും ഉണ്ടാവാറുണ്ട്. മാക്സിമം ജിൻഡോയെ തരം താഴ്ത്തുക എന്നുള്ളതാണ് അവർ ഉദ്ദേശിക്കുന്നത്. എങ്ങനെയെങ്കിലും ജിൻഡോയെ മലർത്തിയടിക്കണം, ജിൻഡോയിൽ നിന്ന് കപ്പ് തെന്നി മാറിപ്പോകണം. അയാളെയൊക്കെ എങ്ങനെയാണ് ആളുകൾ അംഗീകരിക്കുന്നത് എന്നാണ് അഭിഷേക് കഴിഞ്ഞ ദിവസം ലൈവിലിരുന്ന് ചോദിക്കുന്നുണ്ടായിരുന്നത്. ജിൻഡോയെ പോലെയുള്ള ഒരു വ്യക്തിയെ എങ്ങനെ ജനങ്ങൾ അംഗീകരിക്കുന്നു എന്ന് മനസ്സിലാവുന്നില്ല എന്ന് അഭിഷേക് പറയുന്നുണ്ടായിരുന്നു. അതുപോലെ തന്നെ സായിയും. ഞാൻ വിചാരിച്ചു കഴിഞ്ഞാൽ അയാളെ കൊണ്ട് ഞാൻ കപ്പടിപ്പിക്കില്ല എന്നുള്ളതാണ് അവിടെ സായി പറഞ്ഞ ഡയലോഗ്. സത്യത്തിൽ ഇവരുടെ വിചാരം ഇവർക്ക് ഭയങ്കര ഫാൻ സപ്പോർട്ടാണ് പുറത്ത് എന്നുള്ളതാണ്. ഇപ്പോൾ അതിന് ഉദാഹരണമായിട്ട് സായി ഒരു കാര്യം പറയുന്നുണ്ടായിരുന്നു. ഡൊമെക്സിൻ്റെ ആ ഒരു ഗെയിം, അതൊരു ഫൺ ഗെയിമാണ്. ആ ഒരു ഫൺ ഗെയിമിൽ അവിടെ വിജയിച്ച് നിൽക്കുന്ന ടീം, ഏറ്റവും കൂടുതൽ പോയിന്റുകളോടെ ഇപ്പോൾ നിലവിൽ വിജയിച്ച് നിൽക്കുന്ന ടീം എന്ന് പറയുന്നത് അവിടെ സായി, സിജോ, അർജുൻ എന്നിവരടങ്ങുന്ന ടീമാണ് ഏറ്റവും ഫസ്റ്റ് നിൽക്കുന്നത്, ടണൽ ടീം. അവിടെ രണ്ടാം സ്ഥാനത്ത് നിൽക്കുന്നത് അഭിഷേകിൻ്റെ ടീമാണ്. അഭിഷേക്, ജാസ്മിൻ, ശ്രീതു എന്നിവരടങ്ങുന്ന ടീമാണ് രണ്ടാം സ്ഥാനത്ത് നിൽക്കുന്നത്. അപ്പോൾ ആ ഒരു കാര്യം സായി ചൂണ്ടിക്കാണിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ സായിയുടെ വിചാരം സായിയും സിജോയും അർജുൻ അടങ്ങുന്ന ടീമിനെ ഇത്രയും നല്ലൊരു സപ്പോർട്ട് കിട്ടുന്നു, ഇത്രയും ഇതിൽ ഫസ്റ്റ് നിൽക്കുന്നു എന്നുള്ള നിലയ്ക്ക് അവിടെ സിജോയ്ക്കും സായിക്കും അത്ര സപ്പോർട്ടാണെന്നാണ് സായി കരുതുന്നത്. കാരണം അർജുനെ കാര്യമായിട്ടുള്ള സപ്പോർട്ട് ഇല്ല എന്ന് അവർ ലൈവിൽ ഒരുപാട് തവണ ഇരുന്ന് സംസാരിക്കുന്നുണ്ട്. ചിലപ്പോൾ അർജുൻ ഈ ആഴ്ച ഔട്ടാവാം, അല്ലെങ്കിൽ ശ്രീതു ആയിരിക്കും പോവുക, അല്ലെങ്കിൽ ശ്രീതുവിനേക്കാളും സപ്പോർട്ട് കുറവാണ് അർജുനെ എന്നൊക്കെ ഇവർ ലൈവിലിരുന്ന് പറയുന്നുണ്ട്. അർജുനെ ടോപ്പ് 5-ൽ എത്തോ എന്നുള്ളത് സംശയം പ്രകടിപ്പിക്കുന്ന ഒരു കണ്ടസ്റ്റൻ്റ് ആണ് അർജുൻ ഇവരെ സംബന്ധിച്ചിടത്തോളം. അപ്പോൾ അർജുൻ ഒരു മാറ്റി നിർത്തി കഴിഞ്ഞാൽ സായിക്കും സിജോയ്ക്കും കിട്ടുന്ന ആ സപ്പോർട്ടാണ് അവിടെ ഈ ടണൽ ടീമിനെ ഡൊമെക്സിൻ്റെ ഈ ഒരു ഗെയിമിൽ മുന്നിട്ട് നിർത്തിയിരിക്കുന്നത് എന്നാണ് ഇവർ കരുതിയിരിക്കുന്നത്. അങ്ങനെ വരുന്ന സമയത്ത് പുറത്ത് ഭയങ്കര ഭീകര സപ്പോർട്ടാണ്. ഇപ്പോൾ ജിൻഡോ നേരെ താഴേക്ക് പോയി 3-ാം സ്ഥാനത്തേക്ക് പോയിരിക്കുകയാണ് ജിൻഡോ ഈ ഡൊമെക്സിൻ്റെ ഗെയിമിൽ. അപ്പോൾ ജിൻഡോയ്ക്ക് സപ്പോർട്ട് കുറഞ്ഞു. അഭിഷേക് അതിൻ്റെ തൊട്ട് മുന്നിൽ എത്തിയിട്ടുണ്ട്. അപ്പോൾ ഇവർ മൊത്തത്തിൽ അങ്ങ് വിചാരിച്ചു വെച്ചിരിക്കുന്നത് ഇവർ വലിയൊരു സംഭവമാണെന്നാണ് കരുതി വെച്ചിരിക്കുന്നത്. ഈ ഡൊമെക്സിൻ്റെ ഗെയിം ഒന്നല്ല അവിടെ വിജയിയെ തീരുമാനിക്കുന്നതെന്ന് ഇവർക്ക് സാമാന്യ ബോധം ഉണ്ടെങ്കിൽ ചിന്തിക്കാവുന്ന കാര്യമേ ഉള്ളൂ. പക്ഷെ ആ ഒരു ബോധം എന്തായാലും സായിക്ക് ഇല്ലെന്ന് തോന്നുന്നു. സായിയുടെ ഇപ്പോഴത്തെ മൊത്തത്തിൽ ഗെയിം എന്ന് പറയുന്നത് ജിൻഡോയെ താഴേക്ക് ഇറക്കണം, അഭിഷേകിനെ മുന്നോട്ട് കയറ്റണം, സായിക്ക് മുന്നിലേക്ക് വരണം. ഇപ്പോൾ ജിൻഡോ ഡൊമെക്സിന്റെ ഗെയിമിൽ 3-ാം സ്ഥാനത്തേക്ക് തള്ളപ്പെട്ടു. അപ്പോൾ ജിൻഡോയ്ക്ക് ഫാൻ സപ്പോർട്ട് കുറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതിനനുസരിച്ച് ജിൻഡോയെ താഴേക്ക് വീണ്ടും കൂടുതലായിട്ട് ഇറക്കി ഇവർക്ക് മുന്നേറാനായിട്ട് സാധിക്കണം. അതിൽ അഭിഷേകിനെ എങ്ങനെയെങ്കിലും മുന്നിലെത്തിക്കണം എന്നുള്ളതാണ് സായി അവിടെ കളിച്ചുകൊണ്ടിരിക്കുന്ന ഗെയിം. സ്വന്തമായിട്ട് കയറാൻ ശ്രമിക്കുന്നത് ഓക്കെ, നമുക്ക് പിന്നെയും പറയാം സ്വന്തമായിട്ടല്ല കയറാൻ ശ്രമിക്കുന്നതെന്ന്. ഇത് മറ്റുള്ളവരെ കയറ്റാനുള്ള ശ്രമമാണ് സായി അവിടെ നടത്തുന്നത്. ഇതെന്തിനാണെന്ന് മനസ്സിലാവുന്നില്ല. സായി ഇത് എന്ത് വൃത്തികെട്ട ഗെയിമാണ് സായി അവിടെ കളിച്ചുകൊണ്ടിരിക്കുന്നതെന്ന് മനസ്സിലാവുന്നില്ല. ജിൻഡോയെ തോൽപ്പിക്കാൻ വേണ്ടിയിട്ട് മറ്റാരെങ്കിലും ജയിച്ചാൽ മതി എന്നുള്ള ലെവലിലാണ് ഇപ്പോൾ അവിടെ സായി ഗെയിം കളിച്ചുകൊണ്ടിരിക്കുന്നത്.